യെസ് ഗായ്സ്, രാവിലെ 6 മണി നമ്മളൊരു ക്യാബൊക്കെ എടുത്ത് പോവാണ് ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന്. ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയായിരിക്കും രാവിലെ 6 മണിക്ക് പോകാൻ പറ്റുന്ന സൺഡേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏതാണെന്ന്. യെസ്, ബാംഗ്ലൂരിലെ പ്രസിദ്ധമായ ചിക്പേട്ട്. അങ്ങനെ ഞാനും എത്തി ചിക്പേട്ടിൽ. ഇന്നിപ്പോൾ ചിക്പേട്ട് സൺഡേ മാർക്കറ്റിൻ്റെ ഫുൾ ടൂറാണ് കാണിക്കുന്നത്. എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, ജീൻസ്, ജാക്കറ്റ്സ് ഒക്കെ. അപ്പോൾ ഇന്ന് വീഡിയോ ഫുൾ സ്കിപ്പാക്കാതെ കണ്ടോ. അങ്ങനെ രാവിലെ ഇവിടെ തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ. ബാംഗ്ലൂർ ചിക്പേട്ടിൽ ത്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ സ്പോട്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സൺഡേ പോയി കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ചിക്പേട്ടിൽ ഏതൊക്കെ സ്റ്റാൾസിലാണ് കിഡിലൻ ഐറ്റംസ് കിട്ടുന്നതെന്ന് പലർക്കും അറിയില്ല. ഇനി അത് കണ്ടു കിട്ടാത്തവർ ഒരറ്റത്ത് നിന്ന് അങ്ങ് നടന്നു തുടങ്ങുക. രാവിലെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ ഫുഡ് സ്റ്റോൾസ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടില്ല. 100 രൂപ തൊട്ട് ബാഗി ജീൻസ്. ഇവിടെ ഇപ്പോൾ ഈ ആൾക്കൂട്ടം കാണുന്നത് 50 രൂപയുടെ ജാക്കറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് അടുത്ത സ്റ്റോളിലേക്ക് പോകാം. ഇവിടെയും 50 രൂപ 100 രൂപ റേഞ്ചിലുള്ള ജാക്കറ്റ്സാണുള്ളത്. നമ്മളെല്ലാം എല്ലാ കടകളിലും കയറി ഇറങ്ങണമല്ലോ. അടുത്ത സ്റ്റോളിൽ ബാഗി ജീൻസിൻ്റെ ലോഡ് ഓഫ് കളക്ഷൻസ് ആണ്. ആളുകൾ ഫുള്ള് തിങ്ങിക്കൂടി നിൽക്കുകയാണ്. 300 രൂപയാണ് ബാഗി ജീൻസ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടുന്ന് 5 ബാഗി ജീൻസ് വാങ്ങിച്ചു, വെറും 100 രൂപയ്ക്ക്. 100 രൂപയുടെ 5 എണ്ണം. 500 രൂപയ്ക്ക് എനിക്ക് 5 കിഡിലൻ ബാഗി ജീൻസാണ് കിട്ടിയത്. അത് അവിടുന്ന് എങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അയ്യോ, അതൊരു വലിയ പുള്ളി അവിടെ നിൽക്കുന്ന തൊപ്പിക്കാരനെ സമ്മതിക്കണം. പുള്ളി ഒരു അടാറ് മനുഷ്യൻ തന്നെ. സമയം കൂടുന്നിടത്തോളം തിരക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിക്പേട്ടിൽ ഡ്രസ് കളക്ഷൻസ് ഒരുപാടുണ്ട്. റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഷോപ്സ് അങ്ങനെ പ്രത്യേകിച്ച് നെയിംസ് ഒന്നുമില്ല. നടന്നങ്ങ് എക്സ്പ്ലോർ ചെയ്യുക. നല്ല അടിപൊളി സൺഗ്ലാസസ്, ജീൻസ്, ടീഷർട്ട്, സാരികൾ, ഫാബ്രിക്കുകൾ, ജ്വല്ലറി ഐറ്റംസ്, ഓട്ടോമൊബൈൽ പാർട്സ് എന്ന് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വളരെ തുച്ഛമായ തുകയ്ക്ക് കിട്ടുന്ന മാർക്കറ്റാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റിൽ ഇത്രയും തിരക്ക്. ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് വിൽക്കപ്പെടുന്നത്. ചെറിയ രീതിയിൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് പ്ലേസ് ആണിത്. ഹായ് ഗജനി. അങ്ങനെ അവിടെ പോയി ഗജനിയും ഫ്രണ്ട്സുമായിട്ട് കമ്പനി. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവുമല്ലോ. അവിടെ 200 അവർ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ടോപ്സും അവർ 30 രൂപയ്ക്ക് തന്നു. ഞാൻ അവിടുന്ന് 4 ടോപ്സ് വാങ്ങിച്ചു. ഇതെല്ലാം എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കയ്യിൽ ബാഗ്, മറ്റേ കൈകളിൽ എല്ലാ സാധനം, ഇതെല്ലാം കൂടെ കാണിക്കൽ നടക്കില്ല. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കേ, ഇവിടെ എല്ലാം കൂട്ടി ഇട്ടിരിക്കുകയാണ്. ആള് നമുക്ക് ഓരോന്നോരോന്നെടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കേ, താങ്ക് യു. ചില കടകളിലേക്കൊന്നും എനിക്ക് അടുക്കാൻ പോലും പറ്റിയില്ല. എന്തായാലും ചാക്കുകെട്ടുകളൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ കച്ചവടം അവസാനിക്കുന്നില്ല. ഈ സെയിം സ്ട്രീറ്റിൽ കൂടെ നേരെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, സ്പീക്കേഴ്സ്, ഹെഡ്ഫോൺസ്, ഫ്രൂട്ട്സ് മാർക്കറ്റ്, നേരെ ഓപ്പോസിറ്റ് ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾസ്, എവ്രിതിങ്. ചിക്പേട്ടിനെ കുറിച്ച് വിവരിക്കാൻ ഈ വീഡിയോ ഇറ്റ്സ് നോട്ട് ഇനഫ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ച് ഹോറിബിൾ ആയിരുന്നെങ്കിലും ബട്ട് സ്റ്റിൽ തപ്പിയെടുക്കാനുള്ളൊരു പേഷ്യൻസും സമയവും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി പർച്ചേസ് തന്നെ നമുക്ക് ഇവിടെ നടത്താം. അപ്പം see you in next video. Bye.